ജോർജിയയിൽ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ ഒന്ന് നോക്കാം. അതായത് എങ്ങനെയാണ് ബസ് യൂസ് ചെയ്യുക, എങ്ങനെയാണ് മെട്രോ യൂസ്, എങ്ങനെയാണ് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഡെപ്പോസിറ്റ് മെഷീനിൽ ഇതുപോലെ ക്യാഷ് ഉള്ളിലേക്ക് ഇടാനുള്ള സ്ഥലം ഉണ്ടാവും. ATM മെഷീനിലാണെങ്കിൽ ഇതുപോലെ ക്യാഷ് എടുക്കാനുള്ള സ്ഥലം ഉണ്ടാവും. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ജെല്ലിലാണ് ആദ്യം ഉണ്ടാവും, അത് ഡോളറിലേക്ക് മാറ്റാം. അപ്പോൾ ഡോളറിലേക്ക് മാറും. എന്നിട്ട് എന്താ വെച്ചാൽ ഡോളർ താഴെ ഇൻസെർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് സക്സസ്ഫുൾ ആയി. അപ്പോൾ ഞാനിപ്പോൾ മെട്രോ സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ ലൊക്കേഷൻ എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ നമുക്ക് മെട്രോ നിയർ മീ എന്ന് അടിച്ച് ഏറ്റവും അടുത്തുള്ള മെട്രോ ആണ്. മെട്രോ കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലാറിയാണ് ഒരു ജേണിക്ക് വേണ്ടി വരിക. അതേസമയത്ത് സ്റ്റുഡന്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് 0.2 ടെട്രി മതി. അതായത് നാട്ടിൽ ഏകദേശം 7 രൂപ മതി 1.5 മണിക്കൂർ യാത്ര ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മുടെ കൃത്യമായിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലൈനിലാണ് ഇപ്പോൾ അക്മത്ത് അലി തിയേറ്റർ അപ്പുറവും വർക്കത്ത് അലി തിയേറ്റർ ഇപ്പുറമാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ സ്റ്റേഷൻസ് നിന്നുണ്ടാവും. അപ്പോൾ നമ്മളടുത്ത് ഇവിടെ എങ്ങനെ ബസ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ബസ് യൂസ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മളെന്ന് വെച്ചാൽ മൊബൈൽ എടുക്കുക, എങ്ങോട്ടേക്കാണ് പോകേണ്ടത് അത് സെർച്ച് ചെയ്യുക. അതിന് ശേഷം മാപ്പിൽ ആ ലൊക്കേഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഏതൊക്കെ ബസ്സുകൾ ഉണ്ടെന്നുള്ള. അതിലൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ബസ് സ്റ്റേഷൻ കാണിച്ചു തരും. അവിടത്തേക്ക് പോകാം. 3 മിനിറ്റ് കൊണ്ട് എത്തുക എന്നുള്ള നമുക്ക് മാപ്പിൽ കറക്റ്റ് കാണാൻ പറ്റും. നമ്മുടെ ബസ് വന്നു. ജോർജിയയിൽ ബസ്സിലായാലും മെട്രോയിലായാലും എല്ലാം സെയിം കാർഡ് തന്നെയാണ്. ഒറ്റ പ്രാവശ്യം ടൈപ്പ് ചെയ്താൽ 1.5 മണിക്കൂറിനൊക്കെ അത് വാലിഡാണ്. മാപ്പ് നോക്കുക, കറക്റ്റ് ലൊക്കേഷനിൽ ഇറങ്ങുക.